ഹലോ, അസ്സാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ ഞാൻ രാവിലെ തന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. ചായയും കടിയും ഞമ്മക്കുള്ളതല്ല, പിന്നെ ഇന്ന് ഉസ്താദ്മാർക്ക് ചായ കൊണ്ടുപോകുന്ന ദിവസമാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഈ രാവിലത്തെ, അതായത് ഈ രാവിലെ ഉസ്താദ്മാർക്ക് ഒരു കാലിച്ചായ ഉണ്ടല്ലോ, ആ കാലിച്ചായ കൊണ്ടുപോകുന്ന ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം ആണ് അജുവിന് കൊണ്ടുപോകേണ്ടത് കേട്ടോ. അപ്പോൾ രണ്ട് ഉസ്താദ്മാർക്കുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് പ്രത്യേകിച്ച് കടിയൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ പഴം ഉണ്ടെങ്കിൽ പുഴുങ്ങിയിട്ട് അത് കൊടുക്കാം, അപ്പോൾ ചായയും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പഴം ഞാൻ കെറ്റിലിൽ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിക്കണേ. അപ്പോൾ അതൊരു 10 മിനിറ്റ് അത് കഴിഞ്ഞ് ഞാനൊന്ന് നിസ്കരിച്ചാനൊക്കെ ഒന്ന് പോയി വന്നപ്പോഴേക്കും പഴം ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം മാറ്റണം. ഇനി കൂടുതലായാൽ ഇതിവിടെ കിടന്നിട്ട് ഒരു ആകപ്പാടെ അളിയും കേട്ടോ. അപ്പോൾ അത് ഞാനൊക്കെ മാറ്റി വെച്ച്, പിന്നെ അതാ വെള്ളം കുറച്ച് ഒഴിച്ചാൽ തന്നെ നമുക്ക് പഴമൊക്കെ വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ കെറ്റില്ലേ. ഇനിയിപ്പോൾ ഒരു പാൽച്ചായയും കൂടി ഉണ്ടാക്കട്ടെ. പാൽച്ചായ ഞാൻ മറ്റേ പട്ട ഉണ്ടല്ലോ, അത് ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയ പീസ് ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കും. അത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഏലക്കായ പോലെ തന്നെയാണ്. ആ പട്ടൻ്റെ ഫ്ലേവർ വരുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് ആ ചായക്ക്. അപ്പം അങ്ങനെ നല്ലൊരു പാൽ ചായയൊക്കെ ഞാൻ സെറ്റാക്കിയിട്ട്, എൻ്റെ അടുത്ത് ഫ്ലാസ്ക് ഒന്നുമില്ല. അപ്പം ഞാൻ തൂക്കപാത്രം ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ തൂക്കപാത്രത്തിലാക്കിയിട്ട് അടച്ചിട്ടാണ്ട് കൊടുക്കും. അപ്പോൾ പഴം പുഴുങ്ങിയതും ഞാനിതാ പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ നീച്ചിട്ടുണ്ടേനു, അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു സമയം ഒരു 6 മണി കഴിക്കണേ. അപ്പം ഇനി വേഗം ഒന്ന് ചെടികൾക്കൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുക, എന്നിട്ട് ബാക്കി പണികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നിപ്പോൾ നമുക്ക് കുടിക്ക് പോകണേ. അപ്പോൾ പിന്നെ വൈകുന്നേരത്തെ ഈ ചെടികളൊന്നും നനക്കാനല്ലേ സാവധാനമൊന്നും നമുക്ക് കിട്ടൂല. പിന്നെ അതുമല്ല, പിന്നെ പോണീന് മുന്നേ എനിക്ക് പിന്നെ നനക്കാനൊരു നേരം അങ്ങോട്ട് തക്കം പറത്തുനിന്ന് കിട്ടൂല. അപ്പം പിന്നെ ഞാൻ രാവിലെ വേഗം നനക്കലൊക്കെ പരിപാടിയൊക്കെ തീർത്തിട്ടോ. ചെടികളൊക്കെ നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കിച്ചണിലുള്ള ചെടിയും എന്താ പുറത്ത് കൊണ്ടുപോയി വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇട്ടേനി കേട്ടോ. അപ്പം ഇത് സംഗതി വെയിൽ കിട്ടായിട്ടൊന്നല്ല, ഉച്ച കഴിഞ്ഞുള്ള വെയിലൊക്കെ ഇവര് നല്ലോണം കൊള്ളലുണ്ട്. പക്ഷേ പോലെ വേണ്ട വിധത്തിൽ വെള്ളമൊക്കെ നട്ട് നനച്ച് ഞാൻ നോക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ് കേട്ടോ. പിന്നെ അമൃതം പൊടി കൊണ്ട് പുട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അമൃതം പൊടിയിൽ എന്താണ് ഈ എലിയുണ്ട്, പാറ്റുണ്ട് എന്നൊക്കെ പല വീഡിയോസ് കാണലുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ എപ്പോഴും മരിച്ചിട്ടാണ് ഉണ്ടാക്കല്. ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് കിട്ടണില്ലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ അമൃതം പൊടി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുകൊണ്ട് പുട്ടുണ്ടാക്കിയാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾക്ക് മാത്രം ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ എനിക്കിന്നിപ്പോൾ ഒരു അർജൻറ്റ് പോക്കുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ നമുക്ക് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കല് കേട്ടോ. അപ്പം ഇന്ന് പുട്ടാണ്, അതിക്ക് പഴമാണ് കേട്ടോ. അപ്പോൾ പുട്ട് ഇതാ അടുപ്പത്ത് വെച്ചെടുത്തിക്കണേ. പിന്നെ പുട്ട് വെന്ത് വരുന്ന ഗ്യാപ്പിൽ നമുക്ക് ബാക്കി സമയമുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ പോകാനുള്ള സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇതൊരു സാരിയാണ് കേട്ടോ. ഇതൊരു പഴയ സാരി ഇമ്മ എനിക്ക് കുട്ടിക്ക് പട്ടുപാട് അടിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 2-3 വർഷം മുമ്പ് തന്ന സാരി ഉണ്ടോ. ഇത് ഞാനിങ്ങനെ പാത്തിച്ചതാ, ഒരു കേടുമില്ല കേട്ടോ. അപ്പം കുടിക്ക് പോണത് എന്തിനാ വെച്ചാൽ നാളെ ഇമ്മാൻ്റെ അനിയത്തിൻ്റെ കുട്ടീൻ്റെ അരിക്കുത്താണ് കേട്ടോ. അപ്പം അതിന് പഴയ സാരിയൊക്കെ എടുത്തിട്ടാണല്ലോ കൂടുക. അപ്പം അങ്ങനെ എൻ്റെ അടുത്തുള്ള പഴയ സാരി ഞാൻ ഇന്നലെ ഒന്ന് അലക്കി വൃത്തിയാക്കിയൊക്കെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തും ചെയ്തു, പിന്നെ ഇങ്ങോട്ട് മടക്കാനും അറിയില്ല. സാരി മടക്കാനും ഉടുക്കാനും ഒന്നും അറിയില്ല കേട്ടോ. ഉടുക്കാൻ അറിഞ്ഞെങ്കിലല്ലേ മടക്കാൻ അറിയുള്ളൂ. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് ആദ്യം ഇങ്ങോട്ട് ആകെ അൽക്കലത്താക്കിയെങ്കിലും പിന്നെ ഞാനൊരു വിധത്തിലൊക്കെ ഇങ്ങോട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പം കുടിയിൽ ഉമ്മാൻ്റെ അടുത്ത് ഒരു 2-3 സാരി ഉണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ അടുത്തുള്ള സാരി എടുത്തിക്കണേ. ഇതിൽ ഒരു 3-4 ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്കൊരു തോന്നലാണല്ലോ, അതിൽ ഏതാ നല്ല ചൊറുക്കില്ല നോക്കിയിട്ട് എടുക്കാമെന്ന്. അപ്പം അങ്ങനെ കുടി കൊണ്ടുപോയിട്ട് ചൊറുക്കില്ലത് ഏതാ നോക്കിയിട്ട്, ഇനി പോലിങ്കാട്ടിലൊക്കെ ചൊറുക്ക് ഇയാൾ തന്നെയാണെങ്കിൽ ഇയാൾ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം അരിക്കുത്തിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ പറ്റുകയാണെങ്കിലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാരണം എല്ലാവരും ഒന്നും ഫേസ് ഒന്നും കാണിക്കാനൊന്നും പറ്റൂല. അപ്പോൾ പിന്നെ എനിക്കും തന്നെ വീഡിയോ എടുക്കാനൊന്നും വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പറ്റുകയാണെങ്കിൽ കുറച്ചൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. സാരി അതിൻ്റെ ഉള്ളിൽ കുത്തി കുത്തി ഇടാനുള്ള കഷ്ടപ്പാടാണ് കേട്ടോ. ഞാൻ വീണ്ടും എടുത്ത് ചെറുതാക്കി ഒന്ന് മടക്കിയൊക്കെ ഒന്ന് സെറ്റാക്കി സിബ് അടിച്ചെടുത്തിക്കണം കേട്ടോ. കാര്യമായിട്ടൊന്നും കൊണ്ടുപോകണമെന്നില്ല. കാരണം ഇന്ന് കുടിയിൽ നിൽക്കണത്, നാളെ അവിടെ പോയിട്ട് ആ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ച് വേഗം റിട്ടേൺ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് പെരീക്ക് തന്നെ പോരാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ
പുട്ട് തിന്നൂല എന്നുള്ളത് അജുവിന് ഇഷ്ടമല്ല കേട്ടോ. ഈ എന്താ അമൃതം പൊടിയോട് ഉണ്ടാക്കുന്ന പുട്ട് വലിയ താല്പര്യമില്ല. മറ്റേ പുട്ടാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഈ നൈസിരി പൊടിയോട് ഉണ്ടാക്കുന്ന പുട്ട് നമുക്ക് വലിയ താല്പര്യമില്ല. പിന്നെ സാധാ പുട്ടുപൊടി ഇല്ലേനും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു തലേ ദിവസം ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ഒരു 2-3 ചപ്പാത്തി ബാലൻസ് വന്നപ്പോൾ ഞാനത് എന്താണ് ചുട്ടിട്ടില്ലേനി കേട്ടോ. ചുടാതെ ഞാനത് ഫ്രിഡ്ജിക്ക് മാറ്റിച്ചീനി. അപ്പോൾ അതെടുത്തിട്ട് അതിക്ക് ഇതേപോലെ മുട്ടയൊക്കെ കൂട്ടിയിട്ട് ഓനക്ക് സെറ്റാക്കി ഓന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. പിന്നെ ഞാൻ മണ്ടി പോയി നമ്മൾ അലക്കൽ പരിപാടി തീർത്തിട്ടുണ്ടേനി. അലക്കിയിട്ട് ഒക്കെ അകത്താണ് കൊണ്ടുവന്നിരുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടുന്ന് പോകും. പിന്നെ പുറത്തിട്ടാൽ വെയിൽ കൊണ്ടതാവുമല്ലോ. പിന്നെ വെയിൽ കൊള്ളുന്നതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ വേഗം വെയിലത്തുള്ള പരിപാടിയൊക്കെ വേഗം തീർക്കലുണ്ട് കേട്ടോ. അങ്ങനെ അലക്കൽ വേഗം തീർത്തു. പിന്നെ അവിടെ ബക്കറ്റിൽ കുറച്ച് വെള്ളത്തിൽ ഒരാൾ ജലാസനം ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പം ആള് നഗ്നനായിട്ടാണ് പരിപാടി. അപ്പൊ അതുകൊണ്ട് ഇന്ന് വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളങ്ങനെ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് വെള്ളമുള്ളൂ, ആ കുറച്ച് വെള്ളത്തിലാണ് കേട്ടോ ആള് കുത്തിരിക്കുന്നത്. അപ്പൊ അലക്കൽ പരിപാടി കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതൊക്കെ അതേപോലെ ഇവിടെ ഇട്ടിട്ട് ഓടിയതേനി കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ വെയിൽ വന്ന പിന്നെ ഒന്നും നടക്കൂല പരിപാടി അലക്കല്. ഞാൻ പിന്നെ വെയിൽ കൊണ്ട് പിന്നെ നമുക്കാണെങ്കിൽ വെയിൽ കൊള്ളാൻ പറ്റൂലല്ലോ. വെയിൽ കൊണ്ടാ തലവേദന, കണ്ണുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വേദനകളും കൊണ്ട് വരും. അപ്പോൾ പിന്നെ ആ പരിപാടി തീർന്ന സ്ഥിതിക്ക് നമുക്ക് ഇനി ഇവിടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒക്കെ ഒന്ന് വെച്ചിട്ട് പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാൽ സംഗതി സെറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് എല്ലായിടും ഒന്ന് അടിച്ചു വരയ്ക്കൊന്ന് വൃത്തിയാക്കി പോകുമ്പോൾ ഞാൻ വൃത്തിയും വെടുപ്പാക്കിയിട്ടാണ് പേരി കൂടെയൊക്കെ ഇട്ട് പോലെ കേട്ടോ. വരുമ്പോൾ ചിലപ്പോൾ അത് ഇതേമാതിരി ഒന്നും ആവില്ല. കിച്ചണിൽ ഇന്ന് കെട്ടിയാലും പിന്നെ അത്യാവശ്യം അല്പസ്വല്പം കുക്കിംഗ് ഒക്കെ ചെയ്യണോണ്ട് കിച്ചണൊക്കെ ആകെ അലമ്പായിട്ടേക്കാണ് ഉണ്ടാവുക. പക്ഷെ എന്നാലും ഒറ്റക്ക് വെച്ച് ഉണ്ടാക്കിയൊക്കെ കുറച്ചൊക്കെ തിന്നണോണ്ട് ഞമ്മക്കും തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ബസ് കയറി എത്തി. ഇനിയിപ്പോൾ 2ാം ബസ്സിൽ ഞങ്ങൾക്ക് വീട്ടിൽ പോകാനുള്ള കാത്തിരിപ്പിലാണ് കേട്ടോ. അപ്പോൾ ബസ് ഇപ്പം ഞങ്ങളെ സ്വന്തമാണ്, കാരണം ഞങ്ങളെ മാത്രമേ ഈ ബസ്സിലുള്ളൂ. ബസ് ഇപ്പോൾ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ പോവാനാകുമ്പോഴത്തേനൊക്കെ എല്ലാ ആളുകളൊക്കെ വന്ന് നിറഞ്ഞ് ഒക്കെ സെറ്റാകും. പിന്നെ ഇവനെയും കൊണ്ട് കിട്ടിയാലും ഇറങ്ങിയല്ല കുഴപ്പതാണ്, പൈസ നല്ല പൊട്ടും. ഓൾക്ക് അവിടെ എത്തുമ്പോഴത്തേന് ദാഹിക്കലും വിശപ്പും അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഓൾക്ക് വിശക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേനി കേട്ടോ. നൂഡിൽസൊക്കെ വാങ്ങിച്ച് അതൊക്കെ കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. പക്ഷേ അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ ദാഹം. അപ്പോൾ 3 ആൾക്കും സമരപ്പിൻ്റെ കുപ്പിയൊക്കെ വാങ്ങിച്ച് കൊടുത്ത് അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഇനി പെരീക്ക് പോണത്. രാവിലെ മദ്രസ് കഴിയാൻ 10 മണിയാവും കേട്ടോ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമുള്ള നമുക്ക് പോലെ നടക്കുക. ആദ്യം ഞാൻ വിചാരിച്ചു ഉച്ച കഴിഞ്ഞിട്ട് പോരാം. പിന്നെ കുഞ്ഞുട്ടി പറഞ്ഞു ഇന്നിപ്പോൾ എനിക്ക് വൈകുന്നേരത്തിന് ഫുഡൊന്നും ഉണ്ടാക്കിയേക്കണ്ട, പിന്നെ ആള് പണിക്ക് പോയിക്കാണ്. അപ്പം പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഏതായാലും ഫുഡൊന്നും ഉണ്ടാക്കാനല്ലോ, അങ്ങനെ നേരത്തെ വെച്ച് പിടിച്ചത് ആ പെരിയിൽ ലാൻഡ് ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ ഇമ്മാനോട് വരുന്നതിന് മുന്നേ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മ ഞങ്ങൾ വരുന്നുണ്ട് ചോറൊക്കെ വെച്ചോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നേക്ക് ഒരു ചക്കന്റെ കഷ്ണം ഞങ്ങളെ നോക്കി കളിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുക. പിന്നെ കണ്ടാ പിന്നെ കൊത്തി പറിക്കാണ്ടിരിക്കാൻ തോന്നൂലല്ലോ, നല്ല മധുരല്ല ചക്കയും. അപ്പൊ വന്ന പാടന്നെ ചൂടോടുക്കിന് 53 വലിച്ചു പറിച്ച് അകത്താക്കി. പിന്നെ ഉമ്മ നാരങ്ങളൊക്കെ കലക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കുടിച്ച് പിന്നെ ഒരു നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇന്നിപ്പോൾ ചക്കക്കൂട്ടാനും മീൻകറിയും മീൻ പൊരിച്ചതും ഒക്കെയാണ് ഇമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം അതൊക്കെ കൂട്ടി നല്ല മൃഷ്ടാനം ഊണൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. പുറത്ത് നല്ല വെയിലൊക്കെ തന്നെയാണ് കേട്ടോ. ചെറിയൊരു മഴൻ്റെ മൂടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെയാണ് മക്കൾ ഇവിടെ തൊട്ടപ്പുറത്തെ പെരിയിൽ ഞാവൽപ്പഴം പൊയിഞ്ഞ് കിടക്കണത് കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഓല കൂടെ ഞാനും വന്നതാണ്. അപ്പം അതിൽ നല്ലതൊക്കെ നോക്കിയിട്ട് ഓല് പെറുക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഞാനും ഒന്ന് പെറുക്കിയെടുത്ത് കണ്ടൊക്കെ കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് വന്നതിൻ്റെ മെയിൻ റീസൺ ഞാൻ പറഞ്ഞില്ലേ, സാരികൾ നോക്കണം. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ മൂത്തമാൻ്റെ മകളും മരുകളും ഒക്കെ എല്ലാവർക്കും പഴയ സാരി വേണമല്ലോ. അപ്പം ഉമ്മാടുത്തുള്ള സാരികളൊക്കെ നോക്കിയിട്ട് അതിനൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഓലും വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അനക്കടി പിങ്കാണ് എനിക്ക് ചേരുന്നത്. ഓക്കെ, ഇതും വേണം അതും വേണം. അപ്പൊ ഞാൻ പറയാം ഫസ്റ്റ് ഹാഫിൽ അത് ഇടുക, സെക്കൻഡ് ഹാഫിൽ ഇത് ഇടുക, എന്നിട്ട് രണ്ടിലും എടുത്ത വീഡിയോ. ഫസ്റ്റിനെ നമ്മളെ എക്കൊലത്തിൽ ഒപ്പിച്ചു അള്ളാക്കറിയാം.
പിന്നെ മറ്റൊരു വേറെ പർദ്ദ കൂടി ഉണ്ട് തലേലിടാനൊരു പർദ്ദന്റെ എനിക്ക് ആ പിങ്ക് പറ്റിയില്ലെങ്കിൽ ആ പിങ്ക് എടുത്തോ ആ പിങ്ക് കല്യാണങ്ങളുണ്ട്. അങ്ങനെ 3-4 സാരികളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവനാൻ്റെ ചേർച്ചക്കൊക്കെ നോക്കിയിട്ട് സാരിയൊക്കെ ഞങ്ങൾ ഓരോരുത്തരായി സെലക്ട് ഒക്കെ ചെയ്ത് എടുത്തിട്ടുണ്ടേനി കേട്ടോ. അപ്പം ബാക്കി നമ്മളെ അരിക്കുത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. പിന്നെ ഉച്ച കഴിഞ്ഞ് ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടേനു. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ ശരിക്കും ഒന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. കുട്ടികളൊക്കെ പുറത്തിറങ്ങി നല്ല മഴയിൽ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരണ്ടേ. അപ്പം ഇൻഷാല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.